ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദിനെ ജയിലിൽ പോയി കണ്ട ശേഷം കാർത്തികയുടെ അമ്മയും പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും സ്വത്തുക്കളൊന്നും തരാൻ പോണമെന്നില്ല. സ്വത്തുക്കളുടെ 70% കിരണിനും കല്യാണിക്കാണ് കൊടുക്കാൻ പോണത്. ബാക്കി 30% അനാഥാലയങ്ങൾക്കാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കണെന്ന് പറയാണ്. അത് കേൾക്കുന്നത് ഗംഗപ്രസാദ് ദേഷ്യം വരുവാണ്. എടി, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മനുഷ്യഭൂമ്പാട്ടി ഞാൻ നിന്ന് പൊട്ടോടി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, എടാ നീ എന്ത് ചെയ്യണേ, ജയിലിന്റെ ഉള്ളിൽ കിടന്നിട്ട് നോക്കിക്കോ, നാളെ രാവിലെ തന്നെ ഞങ്ങൾ അതിനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി പോവാ. നല്ലൊരു വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ നാളെ തന്നെ ചെയ്തു വെക്കും. അതിനുശേഷം നീ എന്ത് ചെയ്യാനാ? നീ എന്തായാലും ഇന്ന് രാത്രി ജയിലിൽ ചാടി പുറത്ത് കിടക്കൊന്നുമില്ലല്ലോ. എന്തായാലും സേനൻ സാറ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഇവിടെ ജയിലിൽ ചാടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ജയിലിൽ പോലും അല്ല, ഇവിടെ നിനക്ക് പെട്ടെന്ന് ചാടാൻ പറ്റുന്നില്ല. കാണുന്നതിനാവോ ഇവിടുത്തെ പോലീസുകാരൊന്നും നിന്റെ പരിധിയിലാവില്ലടാ. ഇതൊക്കെ ചന്ദ്രസേനൻ സാറിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോലീസുകാരാണ്. അതുകൊണ്ട് നീ ജയിലിൽ തന്നെ കിടന്നാ മതി. നീ പുറത്ത് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോ ഞാൻ ജീവനോട് ഉണ്ടാവില്ലായിരിക്കാം, അതോ ജീവനോട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വത്തുക്കളൊക്കെ നിന്റെ കൈവിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക പറഞ്ഞിട്ട്, വാ അമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. ഗംഗപ്രസാദിനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അവിടെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാട്ടോ അയാൾ അവിടെ നിൽക്കുന്നത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, പക്ഷേ ആ ചേട്ടനാ ഇതുവരെ കാണുന്നില്ലല്ലോ. ആരുടെ കേട്ടത് പറഞ്ഞ, എടാ ഗംഗേട്ടനാ, വേറെ ആരാ കാത്തിരിക്കാനാ? അല്ല കല്യാണിന്റെ എന്റെ വീട്ടിൽ പോയിട്ട് ആ കല്യാണിനെ കൊല്ലേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്തല്ലോ, ആ വീടിന്റെ അടുത്ത് വരെ ഞാനത് പോയി നോക്കിയാലോ? എടാ വേണ്ടട്ടോ, ആ ചന്ദ്രസേന്റെ ഗുണ്ടകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. എന്നാൽ ആ രാഹുൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് രാഹുലിനെ വിളിക്കാണ്. ഹലോ അങ്കിളെ. ആ എന്താണ് വിക്രമേ? അല്ല, ഗംഗേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, കല്യാണി ഒറ്റക്കാണെന്ന് അറിഞ്ഞിട്ട്. കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി, കിടക്കുന്ന കിരണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. എന്താ അവിടെ സംഭവിച്ചത്? എന്തെങ്കിലും അങ്കിളിന് അറിയാവോ? അങ്കിളിന്റെ വീടിന് തൊട്ടപ്പുറം തന്നെയാണല്ലോ. എടാ എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല, എനിക്കിപ്പോ എഴുന്നേറ്റ് നടക്കാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ ഉറക്കുമായിരുന്നു. പക്ഷെ ഷാരി പറയണത് കേട്ടു, കല്യാണിന്റെ വീട്ടിൽ നിന്ന് ഏതൊരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചോണ്ട് പോണെന്ന്. ഇനി അവനെങ്ങാനും ആയിരിക്കോടാ. ആ എന്നു ചിലപ്പോ ഗംഗേട്ടനായിരിക്കോ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതെ, ഞാനും അവനെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. എങ്കിൽ അവനെ മിക്കവാറും കല്യാണി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവായിരിക്കും. കല്യാണിയോ? അവൾക്ക് ഗംഗേട്ടനെ പോലത്തെ ഒരാളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? എടാ നിന്റെ പെങ്ങളല്ലേ ആള്, നിനക്കറിയില്ല അവളുടെ കൈക്കരുത്ത്. അവളുടെ കൈക്കരുന്ന് ഏത് ആണുങ്ങളെ തകർത്ത് വീഴ്ത്തും. എനിക്കൊന്നും കിരണിനെക്കാളും കൈക്കരുത്ത് വേണമെങ്കിൽ അവൾക്ക് ഉണ്ടാവുമായിരിക്കും. മിക്കവാറും ആ ഗംഗപ്രസാദ് തന്നെ ആയിരിക്കും. ഞാനൊന്ന് ഷാരിയുടെ ചോദിച്ചിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ശേഷം ഗംഗപ്രസാദിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഷാരി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? ഭക്ഷണമൊന്നും ആയിട്ടില്ല, ആകുമ്പോ കൊണ്ടു തരാം. അതല്ലടി, നീ പറയില്ലേ കിരണിന്റെ വീട്ടിൽ നിന്നാ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ കണ്ടെന്ന്. ആ ചെറുപ്പക്കാരൻ ഇയാളാണോ എന്ന് പറഞ്ഞ് കാണിച്ചെടുക്കാണ് ഫോട്ടോ. അതെ, ഇയാള് തന്നെയാ മനുഷ്യ. ഇതാരാ? എടി ഇതാ ഞാൻ പറഞ്ഞ ഗംഗപ്രസാദ്. ഓ, പുതിയ ഗുണ്ട. അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? എന്നാലും അവിടെ കല്യാണി ഒറ്റയ്ക്കല്ലേടി? അതെ, കല്യാണി ആ വേലക്കാരത്തെ ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. കിരൺ കിടപ്പിലാണല്ലോ. അവളുടെ അമ്മയും അതുപോലെ തന്നെ ആ ഊമ്മപ്പെണ്ണും കൂടി ഏതോ അമ്പലത്തിൽ പോയെന്നൊക്കെയാ കേട്ടത്. എങ്കിൽ ആ സമയത്ത് കല്യാണി ആയിരിക്കും അവനെ അടിച്ചിട്ടിട്ട് പോലീസിനെ വിളിച്ചതല്ലേ? ആയിരിക്കും. അവന്റെ മുഖത്തൊക്കെ നല്ല അടികൊണ്ട പാടുണ്ടായിരുന്നു. പിന്നെ ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി അവനെ പെരുമാറിയതായിരിക്കും. ആ പ്രതീക്ഷ പോയല്ലോ. എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ നിരങ്ങാനാണ് ജീവിത അവസാനം വരെ വിധി. നമ്മുടെ മോളുടെ അവസ്ഥ നോക്കിക്കേ. അവന് എങ്ങനെയെങ്കിലൊക്കെ മനോഹറിനെ ഒഴിവാക്കാൻ വെച്ചാൽ അവൻ ഒഴിഞ്ഞു പോണുമില്ല. എത്രയോ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ അവൻ കടന്നുകൂടിയതാ. എല്ലാവരുടെ ജീവിതത്തിൽ അവൻ സുഖമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ മോളുടെ ജീവിതത്തിൽ മാത്രം ഇറങ്ങിപ്പോകാൻ അവന് പറ്റുന്നില്ല. അതെന്താന്നറിയാവോ? നമ്മുടെ മോളുടെ വിധി എന്ന് പറയാണ്. ഷാരി, എനിക്കൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കാട്ടോ. എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? നിങ്ങക്ക് ഭ്രാന്തല്ലേ? എനിക്കൊരു സംശയമുണ്ട്. നമ്മൾക്ക് മോൾക്ക് എന്തൊക്കെയോ ഒരു സംശയം വന്നിട്ടുണ്ട് ആ മനോഹറിന്റെ പേരില്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട്? അല്ല, അവളുടെ പെരുമാറ്റത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോ മനോഹരെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവള് കടിച്ചു കീറാൻ വരുന്നൊന്നുമില്ല. മാത്രല്ല, കഴിഞ്ഞ ദിവസം അവളോട് തന്നെ അവനോട് അവൾ സംശയം ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. മനോഹരൻ എവിടെ പോയതാണ്, എന്തിനു പോയതാണ്, ആരെ കാണാൻ പോയതാണ് എന്നൊക്കെ. സാധാരണ അവൾ അങ്ങനെ ചോദിക്കാറില്ല. അത് സംശയത്തിന്റെ ചോദ്യമാണ് അവള് ചോദിച്ചത്. അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ അറിയട്ടെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ ഷാരി അവിടുന്ന് പോവുകയാണ്. ശേഷം രാത്രി ആവുമ്പോഴേക്കും മനോഹരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാരിയോ ചോദിക്കണ്ടേ, അല്ല മനുവേട്ട നമ്മൾ എപ്പോഴും അമേരിക്ക പോണത്? പോകാൻ മോളു. അല്ല, ഒരാഴ്ചക്കുള്ളിൽ പോകുന്ന മനുവേട്ടൻ പറഞ്ഞത്. ഇപ്പൊ അതും കഴിഞ്ഞോ? അല്ല മോള്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകാന്ന് വെച്ചാലേ വേണ്ട മനുവേട്ട. സത്യം പറഞ്ഞ മനുവേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? എന്തൊളിക്കാൻ? അല്ല, എനിക്കിപ്പോ എന്തൊക്കെയോ സംശയം തോന്നുന്നു. മോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയല്ലോ, തിരിച്ചിങ്ങോട്ട് വരില്ല, നോക്കിക്കോ. അയ്യോ മനുവേട്ട, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്നാലും എന്തൊക്കെയോ പോലെ
അപ്പൊ മോളൂരും സംശയമായി തുടങ്ങിയല്ലേ, ഞാൻ എല്ലാരെയും പറ്റിച്ച് നടക്കുന്നവനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ പോലെ മോളും സംശയിച്ചു തുടങ്ങിയല്ലേ. കൊള്ളാം മോളു, എനിക്കിത് തന്നെ വേണം, നീയും കുഞ്ഞെ വിട്ട് എവിടെയും പോവാൻ കഴിയാത്ത എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ മനോഹർ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷെ അപ്പോഴും സരുവിന് നല്ല സംശയമുണ്ട്. ശേഷം രാഹുൽ വിക്രത്തിനെ വിളിച്ച് കാര്യം പറയണ്ട. എടാ വിക്രമേ, നമ്മൾ സംശയിച്ച പോലെ തന്നെയാണ് ആ ഗംഗപ്രസാദിനെ തന്നെയാണ് അവര് ജയിലിലേക്ക് കൊണ്ടുപോയത്, അതായത് ഇടിച്ചിട്ടിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്, അവരിപ്പോ ജയിലിലാടാ എന്ന് പറയാണ്. സത്യമാണ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേടാ അവൻ ജയിലിൽ തന്നെയാണ് എന്ന് പറയാണ്. വിക്രമിന് അധികം ഷോക്ക് ആവട്ടെ. ഓഹോ, അപ്പോ ഗംഗേട്ടൻ ജയിലിൽ പോയി, ഇനി അരങ്ങത്ത് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിക്കോളാം. പക്ഷെ കല്യാണിനെയല്ല ആദ്യം തീർക്കേണ്ടത് കാർത്തികനെയാണ്. അങ്ങനെയാണെങ്കിൽ ഗംഗേട്ടന് ഭയങ്കര സന്തോഷമാവുമല്ലോ. അതുകൊണ്ട് കാർത്തികനെ തന്നെ ആദ്യം തീർത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ പോകുന്നത് കാർത്തികയുടെ വീട്ടിലേക്കാണ്. അവിടെ കാർത്തിക ഒറ്റക്കാണ് കേട്ടോ. കാർത്തിക ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, സ്വത്തുക്കൾ കിരണിന്റെ പേരിൽ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ ബെല്ലടിക്കുന്നത്. ആരോ കാർത്തിക വാതിൽ നോക്കുമ്പോ വിക്രമാണ് കേട്ടോ. നീ എന്താണ് ഇവിടെ എന്ന് പറയുമ്പോ വിക്രം കയ്യിലുണ്ടായിരുന്ന ഇരുമ്പോടി കാണിക്കാണ്. കാർത്തിക ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. വിക്രം വെറുതെ കളിക്കല്ലേ കേട്ടോ എന്ന് പറയാണ്. അതേടി, ഇത്രയും ദിവസം നിങ്ങളും എന്റെ ചേച്ചിമാരായ നീയും അതുപോലെ തന്നെ കല്യാണിയും കാദംബരിയൊക്കെ നന്നായിട്ട് ഈ അനിയനായിട്ടുള്ള എന്നോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തില്ലേ. എടാ, നീ അനിയനായിട്ടുണ്ടെങ്കിൽ നീ അതുപോലെ പ്രവൃത്തികളല്ലേ കാണിച്ചേക്കണത്, അതുകൊണ്ടിട്ടല്ലേ എന്ന് പറയാണ്. ഇല്ലടി, എനിക്ക് നിങ്ങളെപ്പോ ചേച്ചിമാരൊന്നും വേണ്ട. നിങ്ങൾ മാത്രമല്ല, ആ കിരണിന്റെ വീട്ടുകാരൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചേക്കണം ഞങ്ങളെ. അതുകൊണ്ട് അവിടെ എല്ലാത്തിനും തുടക്കം ഇട്ടത് നീയാടി. കിരണും കണ്ടി ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്, പക്ഷെ ഇത്ര ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നീ വന്നപ്പോഴാണ് അവരുടെ ആക്രമണം കൂടിയത്. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കണ്ട. നീ വന്നതോടുകൂടി എന്റെ അച്ഛന്റെ സമാധാനം പോയി. ഇപ്പൊ എന്റെ അച്ഛൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അമ്മമ്മയാണെങ്കിൽ മനസ്സ് മാറിപ്പോയി. എല്ലാത്തിനും കാരണം നീ വന്നതിന് ശേഷമാണ് വേണ്ട കാർത്തികയുടെ തലക്കടിക്കുക കേട്ടോ. ശേഷം കാർത്തികക്ക് ബോധം പോയിട്ട് കാർത്തിക മരിച്ച രീതി തന്നെയാണ് അവിടെ കിടക്കണത്. വിക്രമാസമയം കൊണ്ട് അവിടെ രക്ഷപ്പെടുന്നുണ്ട്. കിരണവും കല്യാണിയും കാർത്തിക അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം കാണുന്നത്. കാർത്തിക് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോകുക കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രകാശിന് പെൺപിള്ളേരെ ഇഷ്ടമല്ലെങ്കിൽ പോലും സ്വന്തം മക്കള് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒന്ന് ജീവൻ പോകുമ്പോൾ മരിച്ചു കഴിയുമ്പോ ഏത് അച്ഛന്മാരുടെ മനസ്സാണെങ്കിലും ഒന്ന് പെടയില്ലേ. അതുപോലെ പ്രകാശിന്റെ സ്വഭാവം മാറി പ്രകാശൻ നേരെ ആവണമെങ്കിൽ ഈ സമയത്ത് നേരെ ആവണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് വെച്ചേക്കില്ല പ്രകാശിന്. കാരണം മക്കൾ തമ്മിൽ അച്ഛനമ്മമാർ തമ്മിൽ എന്ത് പ്രശ്നവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവർ മരിക്കണമെന്ന് ചിലപ്പോ പറയുകയും ചെയ്യും. പക്ഷെ അവർ മരിച്ചു കിടക്കുമ്പോഴേക്കും തകർന്നു പോവില്ലേ. എന്തൊക്കെ പറഞ്ഞാലും തന്റെ ആദ്യത്തെ മകളാണ് ഈ കാർത്തിക എന്ന് പറയുന്നത്. ആ ഒരു വിചാരം പ്രകാശിന്റെ ഉള്ളിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകും. പ്രകാശിന് ഒരുപാട് നാളത്തെ ഇപ്പൊ എപ്പിസോഡിലൊന്നും ഇല്ല, പക്ഷെ ഉടനെ തന്നെ എപ്പിസോഡിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ കാർത്തികയുടെ മരണ എപ്പിസോഡിൽ എന്തിലൊക്കെ ആയിരിക്കും. മരിച്ചു എന്ന രീതിയിലാണ് കേട്ടോ ഇതുവരെ പ്രൊമോ കാണിച്ചത്. ഇനിയിപ്പോ വല്ലൊരു സ്വപ്നമാണോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും മരിച്ചതാവാൻ തന്നെയാണ് ചാൻസ്. കാരണം കാർത്തിക തന്നെ പറയുന്നുണ്ട് കാർത്തികക്ക് അധികം നാൾ ആയുസില്ല, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് പോവാൻ കിടക്കാണ്. അങ്ങനെയാണെങ്കിൽ വിക്രമാണ് കാർത്തികിനെ ഇല്ലാതാക്കിയെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ജയിലിലും പോകാം. പ്രകാശിന്റെ സ്വഭാവം നന്നാക്കണമെങ്കിൽ പ്രകാശിന് നന്നാവും ചെയ്യാം. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.